ഹലോ, ഞാൻ ഫിബി. ഇന്നത്തെ വീഡിയോ മാർച്ച് ബുള്ളറ്റ് ജേണലിലേക്കാണ്. ഈയൊരു ജേണലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഞാനിതിൽ ഓൾറെഡി ഔട്ട്ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ തീം പ്ലാന്റ്സ് ആണ്. ഞാനിതിൽ യൂസ് ചെയ്യുന്ന കളർ വാട്ടർ കളറാണ്. കവർ പേജിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാന്റ് വരക്കുന്നുണ്ട്. ഗ്രീൻ കളറും ബ്രൗൺ കളറും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത് തന്നെ വേറൊരു പ്ലാന്റും കൂടി വരക്കുന്നുണ്ട്. അതിനുശേഷം ആ സെയിം പ്ലാന്റിൻ്റെ ലീഫ് തന്നെ മുകളിലും വരക്കുന്നുണ്ട്. പിന്നീട് ഞാൻ 2 പോട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ചെടിക്കൊക്കെ ഒരു കാർട്ടൂൺ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ജെൽ പെൻ കൊണ്ട് ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ലീവ്സിനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു ബ്രഷ് പെൻ വെച്ചിട്ട് സിംഗിൾ ആൻഡ് കാലിഗ്രഫി മോഡലിൽ മാർച്ച് എന്ന് എഴുതുന്നുണ്ട്. ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് തന്നെ ഇതിനും ഞാൻ കുറച്ച് ഔട്ട്ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഉള്ളിലും കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കത് പോരാൻ തോന്നിയതുകൊണ്ട്. അടുത്ത പേജിൽ കലണ്ടർ ലോഗാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ വരച്ചിട്ട് അതിൽ കലണ്ടർ വരക്കാണ്. ആ ഓരോരോ സ്ക്വയർസിലും നമ്മൾ കംപ്ലീറ്റ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ ഞാനതിൽ മാർച്ച് എന്ന സിംഗിൾ ലൈൻ കാലിഗ്രഫി തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ സൈഡിൽ ഒരു ഹാങ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സാണ് വരക്കുന്നത്. ഇതും ഈ സെയിം നേരത്തെ യൂസ് ചെയ്ത ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗണും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ളത്. താഴത്തത് നമ്മൾ കുറച്ചുകൂടെ അധികം ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. മാർച്ച് എന്നെഴുതിയതിൻ്റെ അടുത്ത് കുറച്ച് സ്പേസ് ഉള്ളപ്പോൾ ഞാൻ അവിടെ ഒരു കാക്ടസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പ്ലാന്റ്സിന് പോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ റോപ്പ് വരച്ചു കൊടുക്കുകയാണ്. 3 കൂടെ കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കാക്ടസിൻ്റെ പോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് ഹൈലൈറ്റും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജെൽ പെൻ വെച്ചിട്ട് ഇതിനും കാർട്ടൂൺ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജ് ഹാബിറ്റ് ട്രാക്കറാണ്. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഹാബിറ്റ് ട്രാക്കറിൽ നിന്ന് സിംഗിൾ ലൈൻ കാലിഗ്രഫി തന്നെ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ ഞാനൊരു പ്ലാന്റും പോട്ടും പിന്നെ അതിനായിട്ടൊരു സ്റ്റാൻഡും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ഗ്രീനും ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ ഞാൻ സ്റ്റാൻഡിന് വരക്കുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ 31 റൗണ്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടിക്ക് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുന്ന മെത്തേഡ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതാ ഞാൻ 2 സ്ക്വയർ വെച്ചിട്ട് അതിൽ യെസ് നോ എന്ന് എഴുതുന്നുണ്ട്, ഒരു ഗൈഡ് ലൈൻ പോലെ. പിന്നെ ഞാൻ ആ പ്ലാന്റ്സിനും പോട്ടിനും സ്റ്റാൻഡിനും ഒക്കെ ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്ത പേജിൽ മൂഡ് ട്രാക്കറാണ് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് തന്നെയാണ് മൂഡ് ട്രാക്കർ എന്ന് എഴുതുന്നത്. ഞാൻ മൂഡ് ട്രാക്ക് ചെയ്യാൻ ആദ്യം ഒരു
ഹാങ് ചെയ്ത് നിൽക്കുന്ന പോട്ടിൽ കുറച്ച് ലീവ്സ് വരച്ചിട്ട് അതിൽ കളർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 31 ലീവ്സ് വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ ഹാങ് ചെയ്ത് നിൽക്കുന്ന റോപ്പും പോട്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 4 സ്ക്വയർസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ പോട്ടിന് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാനിപ്പം പോട്ടിനും റോപ്പിനും മാത്രമേ കളർ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ലീവ്സിന് നമ്മൾ ഓരോരോ ദിവസത്തെ മൂഡ് അനുസരിച്ചിട്ടുള്ള കളർ തീമാണ് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഡാർക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് സ്ലീപ്പ് ട്രാക്കറാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു യെല്ലോ കളർ അടിച്ചിട്ട് സ്ലീപ്പ് ട്രാക്കറിന് എഴുതുന്നുണ്ട്. അത് ഒരു വിസിബിൾ അല്ലാണ്ട് തോന്നിയ കൊണ്ട് ഞാൻ ജെൽ പെൻ വെച്ചിട്ട് തന്നെ സ്ലീപ്പ് ട്രാക്കറിന് അതിൻ്റെ മേളിലൂടെ എഴുതുന്നുണ്ട്. എന്നിട്ട് ഒരു ടേബിളാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു 12 മണിക്കൂറാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇതിൽ. പിന്നെ താഴോട്ടേക്ക് ഞാൻ 31 വരെ ഡേറ്റ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു മാർജിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു പ്ലാന്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നോർമലി സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ലീഫ് സ്കെച്ച് വെച്ചിട്ട് വരച്ചതിന് ശേഷം പോട്ട് ഞാൻ വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ജെൽ പെൻ വെച്ചിട്ട് ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. ആ നെക്സ്റ്റ് പേജിലുള്ള പ്ലാനും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിലെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ബ്രൗണും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഔട്ട്ലൈന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ ടാസ്ക് ലോഗാണ് ചെയ്യുന്നത്. ഈ ഒരു മാസത്തിൽ എന്തൊക്കെ ടാസ്ക്കാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിലുള്ള പ്ലാന്റ്സും കൂടി ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ വാട്ടർ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സൈഡിലൊരു കാക്ടസും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടിനും പോട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ മെമ്മറി ലോഗാണ്. ഈ ഒരു മാസത്തെ ഹൈലൈറ്റ്സ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ മെമ്മറി ലോഗിൽ നിന്ന് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് എഴുതുന്നുണ്ട്. 2 പേജായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ 2 പേജിന് സെൻറ്ററിലായിട്ട് ഞാൻ 2 പ്ലാന്റ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് ഔട്ട്ലൈൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബുള്ളറ്റ് ചാനൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതേപോലത്തെ വീഡിയോസ് ഇനി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.